തെരഞ്ഞെടുപ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു അംഗം വടകരയിൽ ഇതാദ്യമായിരുന്നു. രാഹുൽ ഗാന്ധിയും 2 കേന്ദ്രമന്ത്രിമാരും പിന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലായി പോരിനിറങ്ങിയെങ്കിലും കടത്തനാട്ടിലെ പോര് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും തീരുന്നില്ല. ഇനി വോട്ടെണ്ണൽ കഴിഞ്ഞാലും പൊടി പൂരമാവും വടകരയിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ തുടങ്ങിയ ഇടത് വലത് പോര് മൂർച്ഛിച്ചത് വോട്ട് പെട്ടിയിലായ ശേഷമാണ്. 2 കൂട്ടരും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ചു. ഒടുക്കം UDF പ്രതിപക്ഷ നേതാവിനെ ഇറക്കി CPMൻ്റെ വർഗീയ പ്രീണനത്തിനെതിരെ നടത്തിയ മഹാസമ്മേളനം മറ്റൊരു വിവാദത്തിനു കൂടി തിരികൊളുത്തി. അതാണിപ്പോൾ ആളിക്കത്തുന്നത്. പഴയകാല CPM ബുദ്ധിജീവിയും എഴുത്തുകാരനും പാർട്ടി പത്രത്തിൻ്റെ മുൻനിര പ്രവർത്തകനുമായിരുന്ന KS ഹരിഹരൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകളാണ് പുതിയ പൊല്ലാപ്പുണ്ടാക്കിയിരിക്കുന്നത്. ഹരിഹരൻ ഇപ്പോൾ RMPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാൻ ഒരവസരം വന്നപ്പോൾ ആവേശം കത്തിക്കയറി LDF സ്ഥാനാർത്ഥി KK ശൈലജയെയും നടി മഞ്ജു വാര്യരെയും ചേർത്തൊരു അശ്ലീല പരാമർശം അങ്ങ് നടത്തി. അതോടെ നാടിളകി. CPM അതുവരെ കത്തിച്ചു പിടിച്ച ചൂട്ടാളിക്കത്തി. അത് ഹരിഹരൻ്റെ വീട്ടിലേക്കുള്ള സ്ഫോടക വസ്തുവിലേറിലും കലാശിച്ചു. വിഷയത്തിൽ അന്ന് തന്നെ ഹരിഹരൻ മാന്യമായ ഭാഷയിൽ ക്ഷമാപണം നടത്തിയെങ്കിലും ക്ഷമ കൊണ്ടൊന്നും തീരില്ലെന്നാണ് CPMൻ്റെ താക്കീത്. ആ താക്കീതാണ് ഹരിഹരൻ്റെ വീട്ടിലെറിഞ്ഞ ബോംബെന്ന് RMPയും UDFും മനസ്സിലാക്കി. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ വടകര കലങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഷാഫി വീഴുമോ ശൈലജ ടീച്ചർ വീഴുമോ എന്നല്ല വടകരക്കാരിപ്പോൾ നോക്കുന്നത്. വോട്ടെണ്ണിക്കഴിഞ്ഞ് വടകരയുടെ സമാധാന ജീവിതം തകരുമോ എന്നാണ്. TP ചന്ദ്രശേഖരൻ്റെ അരിങ്കൊലയ്ക്ക് ശേഷം ശാന്തമായ വടകരയെ വീണ്ടും അക്രമത്തിലേക്ക് നയിക്കരുതെന്നാണ് പൊതുജന വികാരം. തെരഞ്ഞെടുപ്പ് ശേഷം അല്പം ഒന്ന് അടങ്ങിയെന്ന് കരുതിയിരിക്കുമ്പോഴായിരുന്നു DYFIയുടെ യൂത്ത് അലർട്ട് എന്ന പരിപാടി വടകരയിൽ നടന്നത്. വടകര വർഗീയതയ്ക്കെതിരെ അതിജീവിക്കും എന്ന മുദ്രാവാക്യമുയർത്തിയ യൂത്ത് അലർട്ടിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം നടത്തിയത് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഷാഫിയെ ഇടതുപക്ഷം വിടുന്നില്ലെന്ന് കണ്ടതോടെ പ്രതിരോധിക്കാനായി വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന മുദ്രാവാക്യമുയർത്തി UDFിൻ്റെ നേതൃത്വത്തിൽ വടകരയിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആ വേദിയിലാണ് ഹരിഹരൻ്റെ വിവാദ പ്രസംഗം. എക്കാലത്തും CPMൻ്റെ ഭദ്രമായ കോട്ടയായിരുന്നു വടകര. കഴിഞ്ഞ 15 വർഷമായി അത് കയ്യിൽ നിന്നും എഴുതിപ്പോയിരിക്കുകയാണ്. 3 ടൈമിലും മത്സരിച്ചത് കരുത്തരാണ്. P സതീദേവി, AN ഷംസീർ, P ജയരാജൻ. പക്ഷേ ആർക്കും അതിൽ ലക്ഷ്യം കാണാനായില്ല. അതോടെയാണ് CPMന് കേരളത്തിൽ കിട്ടാനുള്ളതിൽ ഏറ്റവും മികച്ച പ്രതിച്ഛായുള്ള KK ശൈലജ ടീച്ചറിനെ തന്നെ കളത്തിലിറക്കിയത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും 2 ആഴ്ച മുമ്പ് തന്നെ ശൈലജ ടീച്ചർ കളം നിറഞ്ഞു. ടീച്ചറമ്മ എന്ന പരിവേഷം വേണ്ടുവോളം ആസ്വദിച്ചതോടെ ഏതാണ്ട് വിജയം അരക്കെട്ടുറപ്പിച്ചിരുന്നു. അപ്പോഴാണ് പത്മജ ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ശമിപ്പിക്കാൻ K മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി ഷാഫിയെ കോൺഗ്രസ് കളത്തിലിറക്കിയത്. പാലക്കാട്ട് BJPയെ വിറപ്പിച്ച ഷാഫിയുടെ വടകരയിലെ വരവ് UDF പാളയത്തെ ഇളക്കിമറിച്ചു. അതോടെ ആരോപണ പ്രത്യാരോപണ ശരങ്ങളും പിന്നാലെ എത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇടത് സ്ഥാനാർത്ഥിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും ഫോട്ടോകൾ മോർഫ് ചെയ്തും പ്രചരിപ്പിച്ചെന്ന ഇടത് ആരോപണത്തിൽ നിന്നായിരുന്നു തുടക്കം. പാനൂരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊട്ടിയ ബോംബിനെ പേടിക്കുന്ന വടകര ഇനിയൊരു നാദാപുരം പോലും ആവർത്തിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനമനസ്സുകൾക്കിടയിൽ അകൽച്ചയുടെ വിത്തുകൾ പാകരുതെന്നും അവർ ആഗ്രഹിക്കുന്നു. അതിനായി മുഖ്യധാര പാർട്ടികളെല്ലാം ഒരേ മനസ്സോടെയും ഐക്യത്തോടെയും രംഗത്തുണ്ടാകണമെന്ന് മാത്രമാണ് വടകരയുടെ മനസ്സ് ആവശ്യപ്പെടുന്നത്.